കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രഖ്യാപനം യുഡിഎഫ് സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയായില്ല എന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള പഠനം ആരംഭിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയത്. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നും ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആവശ്യപ്പെട്ടു. കെഎസ്ആർടിസി സൗജന്യ യാത്ര അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകൾക്ക് വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടുപോകേണ്ട അവസ്ഥ വരുമെന്നും സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളോടൊരു ചർച്ച ചെയ്യണ്ടേ? ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഞങ്ങൾ ഗവൺമെന്റ് പറയുന്ന മുഴുവൻ സേവനങ്ങളും അതാത് കാലഘട്ടത്തിൽ ഗവൺമെന്റ് പറയുന്ന അതേ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങളെ നിലനിർത്താനുള്ള ഒരു പാക്കേജ്, ഞങ്ങളുമായി ഒരു ചർച്ച ഈ വിഷയത്തിൽ ഞങ്ങളെ എങ്ങനെ നിലനിർത്താം? ഞങ്ങളിപ്പോൾ കെഎസ്ആർടിസി സൗജന്യം കൊടുക്കുന്നു പറയുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല എന്നും ഞങ്ങൾ പറയുന്നില്ല. കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിലൊന്നാണ് കെഎസ്ആർടിസി ബസ്സിലെ സൗജന്യ യാത്ര. ഓർഡിനറി, സൂപ്പർഫാസ്റ്റ് എന്നിവയിൽ എല്ലാം കൂടി പദ്ധതി നടപ്പിലാക്കാൻ പ്രതിമാസം 90 കോടി രൂപ ചെലവ് വരുമെന്നാണ് കരുതുന്നത്. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സൗജന്യ യാത്രാ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, പാലക്കാട്.